രാജ്യത്ത് അതിക്രമം നടത്താൻ പദ്ധതിയിട്ടെത്തിയ IRGC ബന്ധമുള്ള 4 പേരെ പിടികൂടിയെന്ന കുവൈറ്റ് അറിയിപ്പിന് പിന്നാലെ കുവൈറ്റ് ഇറാൻ തർക്കം വീണ്ടും കനക്കുകയാണ്. പൗരന്മാരെ വിട്ടയക്കണമെന്നും ഇല്ലെങ്കിൽ പ്രതികരിക്കാൻ അവകാശമുണ്ടെന്നുമാണ് ഇറാന്റെ ഭീഷണി. അതേസമയം കുവൈറ്റ് സേനയുമായി ഏറ്റുമുട്ടിയ സംഘത്തിലെ 2 പേർ രക്ഷപ്പെട്ടെന്നും കുവൈറ്റ് ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. കുവൈറ്റിന്റെ ഏറ്റവും വലിയ ദ്വീപായ ബുബിയാൻ ദ്വീപിലേക്കാണ് മത്സ്യബന്ധന ബോട്ടിൽ 6-അംഗ സംഘം എത്തിയത്. കുവൈറ്റ് സേനയുമായി ഏറ്റുമുട്ടിയ സംഘത്തിലെ 2 പേർ രക്ഷപ്പെട്ടു. മെയ് 1-നായിരുന്നു സംഭവം. രാജ്യത്ത് അതിക്രമത്തിന് പദ്ധതിയിട്ടാണ് സംഘം എത്തിയതെന്ന് കുവൈറ്റ് ആഭ്യന്തര മന്ത്രാലയം പറഞ്ഞു. കുവൈറ്റിൽ നുഴഞ്ഞുകയറാനുള്ള ശ്രമത്തെ സൗദി ഉൾപ്പെടെ ശക്തമായി അപലപിച്ചു. പിന്നാലെയാണ് ഇറാന്റെ പ്രതികരണം എത്തുന്നത്. പെട്രോളിംഗ് ഡ്യൂട്ടിക്കിടെ നാവിഗേഷൻ തകരാറിലായി എത്തിയതാണ് സംഘമെന്നായിരുന്നു ആദ്യ വിശദീകരണം. പിന്നാലെ ഇറാൻ വിദേശകാര്യമന്ത്രി ഭാഷ അല്പം കൂടി കടുപ്പിക്കുകയായിരുന്നു. ഇറാനിയൻ ബോട്ട് ആക്രമിച്ച് 4 പേരെ പിടികൂടിയെന്നും വിട്ടയക്കണമെന്നും ഇല്ലെങ്കിൽ പ്രതികരിക്കുമെന്നുമായിരുന്നു മുന്നറിയിപ്പ് നൽകിയത്. ഇറാനെ ആക്രമിക്കാൻ അമേരിക്ക ഉപയോഗിച്ച ദ്വീപിൽ വെച്ചാണ് സംഭവമെന്നും ഇറാൻ വിദേശകാര്യമന്ത്രി പറഞ്ഞതോടെ വിഷയത്തിന്റെ ഗൗരവം മാറി. നിലവിലെ സാഹചര്യത്തിൽ ഗൗരവമുള്ളതാണ് പുതിയ സംഭവ വികാസങ്ങളും. അതേസമയം ഇറാനെതിരായ യുദ്ധത്തിനിടെ ഇസ്രേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു UAE സന്ദർശിച്ചെന്ന വെളിപ്പെടുത്തലിനെ രൂക്ഷമായാണ് ഇറാൻ വിമർശിച്ചത്. ഇസ്രേലുമായി കൂട്ടുനിൽക്കുന്നത് പൊറുക്കാനാകാത്ത തെറ്റാണെന്നും കണക്ക് പറയിപ്പിക്കുമെന്നും ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചി പറഞ്ഞു. ഇറാന്റെ സുരക്ഷാ ഏജൻസികൾ നേരത്തെ കണ്ടെത്തിയ വിവരങ്ങളാണ് നെതന്യാഹു ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നതെന്നും അരാഗ്ചി കൂട്ടിച്ചേർത്തു. മഹത്തായ ഇറാൻ ജനതയോട് ശത്രുത പുലർത്തുന്നത് വിഡ്ഢിത്തമാണെന്നും ഭിന്നതയുണ്ടാക്കാനായി ഇസ്രയേലുമായി കൂട്ടുനിൽക്കുന്നവർ മറുപടി പറയേണ്ടി വരുമെന്നും അദ്ദേഹം പറഞ്ഞു. ഇറാനെതിരായ യുദ്ധത്തിനിടെ നെതന്യാഹു UAE സന്ദർശിച്ചിരുന്നുവെന്നും പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നുവെന്നുമായിരുന്നു നെതന്യാഹുവിന്റെ വെളിപ്പെടുത്തൽ. നെതന്യാഹുവിന്റെ ഓഫീസായിരുന്നു വിവരം അറിയിച്ചത്. ഇസ്രയേലും UAEയും തമ്മിലുള്ള ബന്ധത്തിൽ ചരിത്രപരമായ ഒരു വഴിത്തിരിവായാണ് ഈ സന്ദർശനം സൃഷ്ടിച്ചതെന്നും പ്രസ്താവനയിൽ പറഞ്ഞിരുന്നു. എന്നാൽ ഇസ്രയേലിന്റെ വെളിപ്പെടുത്തലുകൾ UAE വിദേശകാര്യ മന്ത്രാലയം നിഷേധിച്ചു. ഇസ്രയേൽ പ്രധാനമന്ത്രിയുടെ UAE സന്ദർശനവുമായി ബന്ധപ്പെട്ട വാർത്തകൾ പൂർണ്ണമായും അടിസ്ഥാനരഹിതമാണ്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം പരസ്യമായ അബ്രഹാം അക്കോർഡ്സ് കരാറിന്റെ അടിസ്ഥാനത്തിലുള്ളതാണെന്നും രഹസ്യ ഉടമ്പടികളില്ല എന്നും UAE പ്രസ്താവനയിൽ പറഞ്ഞു. ഫെബ്രുവരി 28-നായിരുന്നു ഇറാനെതിരായ ഇസ്രയേൽ അമേരിക്ക സംയുക്ത ആക്രമണം ആരംഭിച്ചത്. ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനേയി ഉൾപ്പെടെയുള്ള നേതാക്കൾ ആദ്യ ദിവസം തന്നെ കൊല്ലപ്പെട്ടിരുന്നു. പിന്നാലെയാണ് അമേരിക്കയുടെ സൈനിക താവളങ്ങളിലേക്കും ഇസ്രയേലിലേക്കും ഇറാൻ പ്രത്യാക്രമണം നടത്തിയത്. US ഇറാൻ സംഘർഷങ്ങളുടെ ഭാഗമായി UAE ഇറാനിൽ വ്യോമാക്രമണങ്ങൾ നടത്തിയെന്നും US മാധ്യമമായ വാൾ സ്ട്രീറ്റ് ജേണലിന്റെ റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. ഈ വിഷയത്തെക്കുറിച്ച് നേരിട്ട് അറിവുള്ളവരിൽ നിന്നാണ് ആക്രമണം സംബന്ധിച്ച വിവരം ലഭിച്ചതെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഏപ്രിലിൽ ഇറാനിലെ ലവാൻ ദ്വീപിലെ റിഫൈനറിയിലുണ്ടായ ആക്രമണം നടത്തിയത് UAE ആണെന്ന് റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. UAEയുടെ ഇടപെടലുകളെ US രഹസ്യമായി പിന്തുണയ്ക്കുന്നതായും വാൾ സ്ട്രീറ്റ് ജേണൽ റിപ്പോർട്ട് ചെയ്തു. ഇറാനിൽ ആക്രമണം നടത്തിയെന്ന് UAE ഇതുവരെ പരസ്യമായി സമ്മതിച്ചിട്ടില്ല. US ഇസ്രയേൽ സൈനിക ലക്ഷ്യങ്ങൾക്കൊപ്പം UAEയും പ്രവർത്തിക്കുന്നു എന്ന വാദങ്ങളെ ശക്തിപ്പെടുത്തുന്നതാണ് വാൾ സ്ട്രീറ്റ് ജേണൽ റിപ്പോർട്ട്. ഏപ്രിലിലെ റിഫൈനറി ആക്രമണത്തെക്കുറിച്ച് ശത്രുക്കളുടെ ആക്രമണമെന്നാണ് ഇറാൻ പ്രതികരിച്ചത്. ആക്രമണത്തിൽ റിഫൈനറിയിൽ വലിയ തീപിടുത്തവും നാശനഷ്ടങ്ങളും സംഭവിച്ചു എന്നാണ് വിവരം. മാസങ്ങളോളം ഈ റിഫൈനറികളുടെ പ്രവർത്തനം നിർത്തിവെക്കേണ്ടി വന്നതടക്കമുള്ള പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കിയ ആക്രമണമായിരുന്നു ലവാൻ ദ്വീപിലേതെന്നും വിലയിരുത്തപ്പെടുന്നുണ്ട്. അതേസമയം ചില കടുത്ത തീരുമാനങ്ങളുമായി ഇറാനും രംഗത്തെത്തുന്നുണ്ട്. ഹോർമസ് കടലിടുക്കിലൂടെ അമേരിക്കൻ ആയുധങ്ങൾ പ്രാദേശിക സൈനിക താവളങ്ങളിലേക്ക് കടത്തിവിടാൻ അനുവദിക്കില്ല എന്ന് ഇറാൻ സൈന്യം മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.